ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോഴെങ്കിലും ചിരിച്ച മുഖത്തോടെ നിൽക്കില്ലേ? എനിക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളൊന്നും തീർക്കാൻ പറ്റില്ല. അതിന് ഞാൻ ഭഗവതി അല്ലല്ലോ. എനിക്ക് വേണ്ടിയെങ്കിലും ഒന്ന് ചിരിച്ചൂടെ നിങ്ങൾക്ക്? എന്നെ വിട്ടിട്ട് പോവാണല്ലേ? എന്താ ഇത്? എന്താ ഇത്? ഇപ്പൊ കരയാൻ പാടില്ല. നിങ്ങൾ എന്നോടൊന്നും മറിച്ചില്ലേ? എന്ത്? എന്തിനാ പട്ടാളത്തിൽ ചേരാൻ ഒരുങ്ങിയത്? ഞങ്ങളൊക്കെ വിട്ട് പിരിഞ്ഞു പോവാനാ? എന്നെ തീറ്റി പോറ്റാനല്ലേ പട്ടാളത്തിൽ ചേർന്നത്? എനിക്ക് എന്റെ വിശപ്പടക്കാൻ കഴിയും. എനിക്ക് വേണ്ടി നിങ്ങളുടെ ആഗ്രഹങ്ങൾ വിട്ട് കളയരുത്. ഞാൻ അങ്ങോട്ട് പോവില്ല. ഞാൻ അങ്ങോട്ടും പോവില്ല. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. പുഷ്പ, പുഷ്പ, ഞാൻ ഇവിടെ. ചെറിയ വേഷം ഇടാൻ പറഞ്ഞാൽ കുറച്ച് വിഷമം ഉണ്ടാവും. നീ ചുമ്മാരിക്കും. എത്രയോ നടന്മാരിങ്ങനെ വരുന്നതും പോകുന്നതും കണ്ടു. ഡയറക്ടർ വിളിക്കുന്നു. വാ. ഡയലോഗ് കാണാ പഠിച്ചോ? കേക്കട്ടെ. അവനാണോ നല്ലവൻ? എന്റെ കുടുംബം തകർത്തവനാ. എന്റെ അച്ഛനെ ചതിച്ചു കൊന്നവൻ. കടം കൊടുത്തത്രേ. കഷ്ടപ്പാടിലാണിപ്പോൾ. പണ്ടങ്ങോ കൊടുത്ത കാശ് തിരിച്ചു കിട്ടാത്തതിന് മാനം പോയെന്ന് പറഞ്ഞ് മരക്കൊമ്പിൽ തൂങ്ങി മരിച്ചെന്ന്. എടാ പാവി, ഒരു പാവം വൃദ്ധന്റെ ശവം വഴിയിൽ കിടന്നാലും ശരി, നിന്റെ പെട്ടിയിൽ പണം. അവനാണോ നല്ലവൻ? എന്റെ കുടുംബം തകർത്തവൻ, എന്റെ പിതാവിനെ കൊന്നവൻ, കടം തിരിച്ചു ചോദിച്ചിരിക്കുകയാണ്. മാനം ഭയന്ന് മരക്കൊമ്പിൽ തൂങ്ങി മരിച്ചെന്ന്. ചിന്ന തമ്പിയുടെ വേഷം കൊടുക്ക്. നീ ആ കോൺസ്റ്റബിളിന്റെ വേഷമെങ്കിലും കൊടുക്ക്. ഡയറക്ടർ ചൂടാവുന്ന അടുത്ത ഷോട്ട് എടുക്കാനുള്ളതാ. ചിന്ന തമ്പി ഒട്ടും വിഷമിക്കണ്ട. വേഷമല്ലേ മുഖ്യം, ഏത് വേഷമൊന്നും ഇല്ല കേട്ടോ. പോലീസ് വേഷം എത്രന്ന് വെച്ചാ? ഇനി പോലീസ് ആവാൻ വേറെ ആളെ നോക്കണം. വേണ്ട, ഞാൻ വീട്ടിൽ പോവാ. മുഖം കാണിക്കണ്ട. താടിയും മീശയും വെച്ച് മുഖം മറച്ചോ. വേറെ ആരെങ്കിലും ആണെന്ന് വിചാരിച്ചോളും. കിട്ടുന്ന ചാൻസ് കളയണ്ടോ. ഇവനോ നല്ലവൻ? എന്റെ കുടുംബം തകർത്തവൻ, എന്റെ പിതാവിനെ കൊന്നവൻ, കടം തന്നത്രേ, കഷ്ടപ്പെടുകയാണെന്ന്, തികയാഞ്ഞിട്ട് കടം തിരിച്ചു ചോദിക്കുകയാണെന്ന്, മാനം ഭയന്ന് മരക്കൊമ്പിൽ തൂങ്ങി മരിച്ചെന്ന്. ടേക്ക് നമ്പർ 5 ഓക്കെ വെച്ചു. ക്യാമറ ടൈറ്റ് ചെയ്തേ. വിജയൻ, സ്ക്രിപ്റ്റ് കൊണ്ടുവരൂ. എന്താമ്മേ, മോൻ ചെറിയ ബിറ്റ് വേഷങ്ങൾ അഭിനയിക്കുന്ന കാണാൻ വേണ്ടി വന്നതാ. എനിക്ക് ഈ ഗതി വന്നല്ലോടാ ആനന്ദ. അവള് നമ്മളെയൊക്കെ വിട്ടുപോയി മോനെ. ഒരു പനിയായിട്ടായിരുന്നു തുടക്കം. പക്ഷെ എല്ലാം പെട്ടെന്ന് അവസാനിച്ചു. നമ്മളൊക്കെ അനാഥരായി മോനെ, അനാഥരായി. ഇവിടെയാ പെറ്റു വളർത്തിയ അച്ഛനും അമ്മയും ജീവനോടെ ഇരിക്കല്ലേ ഈശ്വര. അതുകൊണ്ട് ദഹിപ്പിക്കണ്ടെന്ന് വെച്ച് കുഴിച്ചിടുകയായിരുന്നു. മുഖം ഒന്ന് കാണണം. എനിക്ക് പുഷ്പയുടെ മുഖം ഒന്ന് കാണണം. ഇങ്ങനെ കരിക്കൊണ്ട് മുടി വെച്ചാലെങ്ങനെ? എടുത്തു മാറ്റ്. എനിക്ക് എന്റെ പുഷ്പയുടെ മുഖം ഒന്ന് കാണണം. ഇങ്ങനെ മൂടി വെക്കാൻ എടുത്ത് മാറ്റ്. എനിക്ക് എന്റെ പുഷ്പയുടെ മുഖം ഒരു പ്രാവശ്യമെങ്കിലും കാണണം.
എനിക്ക് പുഷ്പയുടെ മുഖം ഒന്ന് നിങ്ങൾ എന്നെ വിട്. ഒന്ന് വേഗം വാ. ചന്ദ്ര മൂവി ടോൺ കമ്പനി ആ. SN ജീവരാജ ഡയറക്ടർ. അദ്ദേഹം എന്നെ കണ്ടിട്ടുണ്ടല്ലോ. അതൊന്നും അറിഞ്ഞൂടാ, എന്നെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. എന്ത് വേഷമാണ് എനിക്ക്? എന്ത് ചോദ്യം ഇത്? കഥാനായകന്റെ വേഷം. എനിക്കോ? ഭഗവാനെ. അതെ, ഡയറക്ടർക്ക് നിന്നെ കാണണമെന്ന്. നീ ഒന്ന് പെട്ടെന്ന് വാ. അയ്യോ. സാർ. ആ വരൂ അനന്തൻ. എന്താ ക്ഷീണിച്ചിരിക്കുന്നല്ലോ? എക്സസൈസ് ചെയ്യാറില്ലേ? എന്തോ വേഷം ചെയ്യാൻ എന്നെ വിളിച്ചു എന്ന് പറഞ്ഞു. അതെ, ഞാനാ പറഞ്ഞയച്ചത്. എനിക്കറിയാലോ, കഴിഞ്ഞ പടത്തിൽ നീ വളരെ ഭംഗിയായി അഭിനയിച്ചെന്ന്. അതങ്ങ് നിന്നു പോയല്ലോ. എടുത്തവരേക്കും ഞാൻ കണ്ടു. നിന്നിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. എൻ്റെ അഭിപ്രായം ഞാൻ പ്രൊഡ്യൂസറിനോട് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിനക്കൊരു ക്യാരക്ടർ ഫിക്സ് ചെയ്തിരിക്കുക. ധാരാളം എതിർപ്പുണ്ടെന്ന് ഓർത്തോണം. ചെല്ലേ, ദാമോണ വെളി നിൽക്കുക. നേരിട്ട് തന്നെ സംസാരിച്ചു. പോയി എന്റെ വേഷം എന്താ സാറേ സാറേ ഇവന്റെ വേഷം എന്താണെന്നൊന്ന് പറ. എന്താടോ ഇത്? ഹീറോ വേഷം തന്നെ. ചെന്ന് സംസാരിക്കേ. സാറിന് പുണ്യം കിട്ടട്ടെ. ഇങ്ങനെ വേദന സഹിക്കാത്ത ഒരു പെണ്ണിനെ പെറ്റി വെച്ചോടി നീ. സെൽവ, നീ എവിടെ പോണു? ഭാര്യ പ്രസവിക്കാൻ കിടക്കുമ്പോ പാർട്ടി മീറ്റിങ്ങിന് പോവുകയാണോ? അങ്ങനെയോ? എന്നിട്ടെന്താ പറഞ്ഞില്ല? മോനെ, നമ്മുടെ ആനന്ദൻ എൻ്റെ കയ്യിൽ ഒരു കത്ത് തന്ന് എഴുതിട്ട് മോനെ ഉടനെ ഊട്ടി കൊണ്ടുചെല്ലാൻ പറഞ്ഞു. നമുക്ക് മുന്നിൽ കൊട്ടിയടയ്ക്കപ്പെട്ട വാതിലുകൾ ഉടനെ തുറക്കപ്പെടാൻ പോകുന്നു. വേഗം പുറപ്പെട്ടു വാ സ്വന്തം ആനന്ദൻ. ഏയ് സെൽവം, ആൺകുട്ടിയാടാ മോനെ. നിന്റെ അച്ഛനെ നോക്ക്. നന്നായി. നമസ്തേ. സാർ, സാർ ഇത് തമിഴ് ശെൽവൻ, എഴുത്തുകാരനാ. വായിച്ചിട്ടുണ്ട്, നിങ്ങളുടെ നാടകവും കണ്ടിട്ടുണ്ട്. ആട്ടെ, എന്ത് ജോലിയാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്? നന്നായി കഥ എഴുതും, തിരക്കഥയും സംഭാഷണം എഴുതും. പാട്ടെഴുതാൻ അറിയോ? പിന്നെന്താ, എഴുതുമല്ലോ. ഒരു തമിഴ് വീരൻ ശത്രുക്കൾ തട്ടിക്കൊണ്ടുപോയ രാജകുമാരിയെ രക്ഷിച്ചുകൊണ്ടുവരണം. കുതിരപ്പുറത്ത് ചെല്ലുന്ന ആ വീരന്റെ ഹൃദയസ്പർശിയായ പാട്ട്. ഇനിയൊരു തവണ പറയൂ. ഒരു തമിഴ് വീരൻ കടത്തിക്കൊണ്ടു പോയ ഉടൽ മണ്ണുക്ക് ഉയർ തമിഴുക്ക് ഇതുറക്ക ചൊല്ലാം ഉലകുക്ക്. വിപ്ലവ വീരൻ. ഇനമൊന്നായി മനമൊന്നായി പുതുവീതിയൊരുക്കാം വിജയിക്കാൻ. രാജകുമാരിയെ മോചിപ്പിച്ചോണ്ട് വരണം. ആ വീതിയിലെങ്ങാൻ നരികൾ വന്നാൽ വിരുന്നു വയ്ക്കും വിണ്ണിന്